ഹലോ ഗായ്സ്, എൻ്റെ പേര് അജാസ്. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും എൻ്റെ ഒരു ലോങ് ഫോം കണ്ടന്റ് കാണുന്നുണ്ടാവുക. കാരണം ഞാനത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ മൈക്ക് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഇത്രയും കാലം ഷോർട്സിലും റീൽസിലും മാത്രമായിരുന്നു. ഇനി ഇൻഷാല്ല ഇതേപോലെ ചെയ്ത് തുടങ്ങണം എന്നാണ് എൻ്റെ പ്ലാന്. വേൾഡ് കപ്പ് സീസൺ ആകുമ്പോൾ എന്തായാലും പൊളിക്കണം. എനിവേസ്, കൃത്യം ഒരു മാസത്തിന് ശേഷം ലോകം മുഴുവൻ ഒന്നിക്കും. ഒരൊറ്റൊരു ഉരുളുന്ന പന്തിൻ്റെ പിന്നാലെ ലോകം മുഴുവൻ ഒന്നിക്കും. അതിപ്പോൾ ഏത് രാജ്യക്കാരനായാലും, ഏത് മതവിശ്വാസിയായാലും, ഏത് ജാതിക്കാരനായാലും ഒന്നിക്കും. ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരും. എനിവേസ്, അപ്പോൾ ഇന്ന് ഒരു പ്രഡിക്ഷൻ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ഇറ്റ്. എന്തായാലും നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിലേക്ക് കടക്കാം. ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നത് മെക്സിക്കോ, അതുപോലെ തന്നെ സൗത്ത് കൊറിയ, അതുപോലെ സൗത്ത് ആഫ്രിക്ക, അതുപോലെ ചെക്ക് റിപ്പബ്ലിക്. സോ ഫസ്റ്റ് ഞാൻ പറയാം, മെക്സിക്കോ നമ്മളെ ഹോസ്റ്റ് നേഷനാണ്. അപ്പോൾ അവർക്ക് ബാക്കിയുള്ള ടീമുകളെക്കാട്ടും ഇത്രയേ കൂടുതൽ സപ്പോർട്ട് ഉണ്ടാവും, ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാവും. ഒന്നാമത് USA ഓരോ വിസൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ള കുറേ ടീമുകളെ ഫാൻസിന് എത്താൻ സാധിക്കാത്തൊരവസ്ഥയും വരുന്നുണ്ട്. അപ്പോൾ മെക്സിക്കോക്ക് എന്തായാലും ഒന്നൊന്നര ഗ്രൗണ്ട് സപ്പോർട്ടായിരിക്കും. അതുകൊണ്ട് ഐ ഡു തിങ്ക് ദാറ്റ് ദേ വിൽ ടോപ്പ് ഗ്രൂപ്പ് എ. ഗ്രൂപ്പ് എൻ്റെ ജേതാക്കൾ മെക്സിക്കോ ആയിരിക്കും. പിന്നെ എന്തുകൊണ്ടാവൂല, ദേ ഹാവ് ദി ഗ്രേറ്റസ്റ്റ് വേൾഡ് കപ്പ് പ്ലെയർ എവർ, ഗിലർമി ഒച്ചോവ എന്ന് പറഞ്ഞ പേര് കേട്ടാൽ തന്നെ ഏതൊരു കുട്ടിക്കും അറിയുണ്ടാവും. മെക്സിക്കോത്തെ വേറൊരു പ്ലെയറിന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒച്ചോവ എന്നുള്ള പേര് ഏതൊരു കുട്ടിയും കേട്ടിട്ടുണ്ടാവും. 6th വേൾഡ് കപ്പാണ് തോന്നുന്നു. മെസ്സി റൊണാൾഡോൻ്റെയും 6th വേൾഡ് കപ്പ് തന്നെയാണ്, ഒച്ചോവൻ്റെയും 6th വേൾഡ് കപ്പ്. അപ്പോൾ ഐ ഡു തിങ്ക് മെക്സിക്കോ വിൽ ബി ദ ഫസ്റ്റ്. പിന്നെ രണ്ടാം സ്ഥാനത്ത് ഒബ്വിയസ്ലി സൗത്ത് കൊറിയ ഐ ഗസ്. പിന്നെ അതിനുശേഷം നമ്മളെ യൂറോപ്യൻ ടീമായ ചെക്ക് റിപ്പബ്ലിക്, കാരണം അത്യാവശ്യം ഡീസൻ്റ് ആണ് ചെക്ക് റിപ്പബ്ലിക്. ഐ ഡു തിങ്ക് ദേ വിൽ ഫിനിഷ് തേർഡ്. ദെൻ സൗത്ത് ആഫ്രിക്ക. ദാറ്റ്സ് ഓൾ. സോ ഗ്രൂപ്പ് ബിയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ സ്വിറ്റ്സർലാൻഡ്, ബോസ്നിയ, പിന്നെന്താ കാനഡ ആൻഡ് ഖത്താർ. അപ്പോൾ ഐ ഡു തിങ്ക് സ്വിറ്റ്സർലാൻഡ് വിൽ കം ഫസ്റ്റ്, കാനഡ വിൽ കം തേർഡ്, ബോസ്നിയ ഐ തിങ്ക് വിൽ കം സെക്കൻഡ്. കാരണം ബോസ്നിയ എനിക്ക് തോന്നുന്നത് ഒരു ഡാർക്ക് ഹോഴ്സസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അണ്ടർഡോഗ് ടീമാണ്. കാരണം അവർ നമുക്കറിയാം ഇറ്റലിയെ തോൽപ്പിച്ചുകൊണ്ടാണ് വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ളത്. അതായത് ഇറ്റലിനെ തോൽപ്പിച്ചുകൊണ്ട് ഇറ്റലിനെക്കാട്ടും വെച്ചാൽ അല്ലെങ്കിൽ ഒരു വലിയ ടീമാണെന്നല്ല പറയുന്നത്. പക്ഷേ അവർ വരുമ്പോൾ അവർക്ക് ആ മെൻറ്റാലിറ്റി ഉണ്ടാവും. വൺ ഓഫ് ദി മോസ്റ്റ് പ്രൊലിഫിക് സ്ട്രൈക്കേഴ്സ് എഡിൻ ജേക്കോണ്ട്. പിന്നെ ഗ്രൂപ്പ് സി, ഇറ്റ്സ് പ്രിറ്റി ടഫ്. മൊറോക്കോ, ബ്രസീൽ, സ്കോട്ട്ലൻഡ് ആൻഡ് ഹെയ്ത്തി. സ്കോട്ട്ലൻഡ് അത്യാവശ്യം നല്ല ടീം തന്നെയാണ്, ഡീസൻറ്റ് ടീമാണ്. പക്ഷേ ഒബ്വിയസ്ലി ബ്രസീൽ ഫസ്റ്റ്, മൊറോക്കോ സെക്കൻഡ്, സ്കോട്ട്ലൻഡ് തേർഡ് ആൻഡ് ഹെയ്ത്തി ലാസ്റ്റ്. അതാണ് എൻ്റെ പ്രഡിക്ഷൻ. അതിൽ ചിലപ്പോൾ അതിലൊരു മാറ്റം വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നു, ഗ്രൂപ്പിലെ മികച്ച 8 മൂന്നാം സ്ഥാനക്കാർ ക്വാളിഫൈ ആവും. അതായത് 48 ടീമുകളെ 12 ഗ്രൂപ്പുകളായി തിരിച്ചു. അതിൻ്റെ അകത്ത് ഫസ്റ്റും സെക്കൻഡ് ടീമുകൾ ഡയറക്റ്റ് ക്വാളിഫൈ ആവും. അപ്പോൾ 24 ടീമാവും. അതിനുശേഷം ഈ ബാക്കിയുള്ള 12 ഗ്രൂപ്പത്തെ മൂന്നാം സ്ഥാനക്കാരിൽ മികച്ച 8 മൂന്നാം സ്ഥാനക്കാരെ ചൂസ് ചെയ്യും. എന്നിട്ട് അവർ ഈ 24 ആൾക്കാരൊപ്പം കൂടുമ്പോൾ റൗണ്ട് ഓഫ് 32 ആവും. അതായത് ഒരു പ്രീ ക്വാർട്ടർ. അതിനെ എങ്ങനെ വിളിക്കേണ്ടത് നിൽക്കാറില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് പ്രീ ക്വാർട്ടർ, അതർവൈസ് റൗണ്ട് ഓഫ് 32. അതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ഈ 7 കളീൻ്റെ ടൂർണമെൻ്റ് ആണെന്ന് പറഞ്ഞ് 8 കളീൻ്റെ ടൂർണമെൻ്റ് ആകുമ്പോഴാണ് വേൾഡ് കപ്പ്. അപ്പോൾ ഞാൻ അത് അവസാനം പറയാം, വീഡിയോയുടെ അവസാനം പറയാം ആരൊക്കെയാണ് ഇത് ക്വാളിഫൈ ആകുമ്പോൾ ഈ ടീമുകളിൽ നിന്ന്. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡിയിൽ തുർക്കി, USA ആൻഡ് ഓസ്ട്രേലിയ ആൻഡ് പരാഗ്വേ. അപ്പോൾ അത്യാവശ്യം ഡീസൻറ്റ് ടീമുകൾ തന്നെയാണ്, എല്ലാതും ഒരേ വേവ് ലെങ്ത്താണ്. പക്ഷേ ഐ ഡു തിങ്ക് തുർക്കി വിൽ കം അപ്പ് ടോപ്പ്. കാരണം ഇൽഡിസ്, അർദാഗുലർ, പിന്നെന്താ അർത്തുഗോഗുലു, അങ്ങനെ കുറേ കല്ലിനോഗുലു, ഹക്കാൻ ചാലിനോഗുലു, വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേയേഴ്സ് ഇൻ ദിസ് വേൾഡ് റൈറ്റ് നൗ. നിങ്ങൾ അഗ്രി ചെയ്തിട്ടില്ലെങ്കിലും ഇന്ററിൻ്റെ ബെസ്റ്റ് ഈ സീസണിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേയേഴ്സാണ് ഇന്ററിൻ്റെ. ഐ ഡു തിങ്ക് ഹി വിൽ ഷൈൻ ഇൻ ദിസ് വേൾഡ് കപ്പ് ആൻഡ് പീപ്പിൾ വിൽ സ്റ്റാർട്ട് റെക്കഗ്നൈസ് ഹിം. ആൻഡ് എനിവേസ്, തുർക്കി ഫസ്റ്റ്, USA സെക്കൻഡ്, ഓസ്ട്രേലിയ തേർഡ് ആൻഡ് പരാഗ്വേ അറ്റ് ലാസ്റ്റ്. ഗ്രൂപ്പ് ഇയിലോട്ട് വരുമ്പോൾ ജർമ്മനി, കൊറസാവോ എന്ന് പറഞ്ഞ ചെറിയൊരു ഐലൻഡ് രാജ്യമുണ്ട്, അവരുടെ ഫസ്റ്റ് വേൾഡ് കപ്പാണ്, അവരുണ്ട്. അതിനൊപ്പം ഐവറി കോസ്റ്റ് ആൻഡ് ദെൻ ഇക്വഡോർ. സോ ഇതിലധികം പറയാനൊന്നുമില്ല. only dispute is between Ecuador and Ivory Coast. I do think Germany will come up first. ഇത്രയും കാലത്തെ അതായത് 2022-2018 അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറം പോയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഐ ഡോണ്ട് തിങ്ക് there is a chance, not even a 0.1 chance that they get grouped here. Second Ivory Coast, third Ecuador and fourth
island nation of Curacao. So Group F is interesting because നെതർലാൻഡ്സ് ഉണ്ട്, സ്വീഡൻ ഉണ്ട്, ജപ്പാൻ ഉണ്ട്, പിന്നെ തുണീഷ്യ ഉണ്ട്. ഇറ്റ്സ് എ ക്ലിയർ ആൻഡ് ഒബ്വിയസ് ചോയ്സ് ഫോർ ദ ഫസ്റ്റ് പ്ലേസ് നെതർലാൻഡ്സ് ഫസ്റ്റ് അടിക്കും. അതിനുശേഷം സെക്കൻഡ് പ്ലേസിലാണ് സ്വീഡൻ. ഇസ് എ വെരി പ്രോപ്പർ ടീം. സ്വീഡനിൽ ഇപ്പോൾ ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മച്ചാന്മാർ ഗ്യോക്കറസ് ഉണ്ട്, ഐസക് ഉണ്ട്, ഇസാക്ക് ഉണ്ട്. സോ ഐ തിങ്ക് ദാറ്റ് നെതർലാൻഡ്സ് ഫസ്റ്റ്, ജപ്പാൻ സെക്കൻഡ് ആവൂല, സ്വീഡൻ സെക്കൻഡ് ആവും, ദെൻ ജപ്പാൻ തേർഡ് ആൻഡ് ദെൻ തുണീഷ്യ അറ്റ് ലാസ്റ്റ്. അതിനുശേഷം ഗ്രൂപ്പ് ജിയിൽ ബെൽജിയം, ഇറാൻ, ന്യൂസിലാൻഡ് ആൻഡ് വൺ മോർ ടീം ഈജിപ്ത്. അതിൽ പ്രിറ്റി ക്ലിയർ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. ബെൽജിയം ഫസ്റ്റ്, പിന്നെ ഇറാൻ സെക്കൻഡ്, ഈജിപ്ത് തേർഡ്, ന്യൂസിലാൻഡ് ഫോർത്ത്. ഗ്രൂപ്പ് എച്ചിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെയിൻ, സൗദി, പിന്നെ കേപ്പ് വെർദെ ആൻഡ് ദെൻ ഉറുഗ്വേ. അപ്പോൾ സ്പെയിൻ ആർ ആൻ ഒബ്വിയസ് ഫേവറേറ്റ്സ്. സോ ഐ തിങ്ക് ദേ വിൽ കം ഫസ്റ്റ് അടിക്കും. സ്പെയിൻ ഫസ്റ്റ്, പിന്നെ സൗദി വിൽ കം അബവ് ഉറുഗ്വേ, സൗദി സെക്കൻഡ്, ഉറുഗ്വേ തേർഡ്, കേപ്പ് വെർദെ ലാസ്റ്റ്. സോ മൂവിങ് ഓൺ ടു ഗ്രൂപ്പ് ഐ, ഇറ്റ്സ് ദ ഗ്രൂപ്പ് ഓഫ് ഡെത്ത്. ഇനി ഫുട്ബോൾ നിങ്ങൾ കുറച്ച് കാലമായിട്ട് വാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഓഫ് ഡെത്ത് ആയി തോന്നില്ല. പക്ഷേ ദിസ് ഇസ് ദി ഓബ്വിയസ് ഗ്രൂപ്പ് ഓഫ് ഡെത്ത്. ഇറാൻ, സെനഗൽ, ഇറാഖ് ആൻഡ് നോർവേ. ഓ മൈ ഗോഡ്, അതിൽ അതായത് സെനഗൽ എന്ന് പറയുമ്പോൾ ആഫ്രിക്കൻ ചാമ്പ്യൻസ്, ഇറാഖ് പറയുമ്പോൾ ഏഷ്യത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീംസാണ്. അതായത് ഏറ്റവും വലിയൊക്കെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് വേൾഡ് കപ്പ് സ്റ്റോറീസാണ്. അതായത് അവർ 21 മത്സരങ്ങൾ അടുപ്പിച്ച് കളിച്ച് ജയിച്ച് വന്നിട്ടാണ് വേൾഡ് കപ്പിന് ക്വാളിഫൈ ആയിട്ടുള്ളത്. അത് ചോദിക്കാം അവർ. അപ്പോൾ ഐ ഡു തിങ്ക് ദാറ്റ് ഇറാഖ് വിൽ സർപ്രൈസസ്. കാരണം അതാണ് എൻ്റെ ആഗ്രഹം. കാരണം അത്രയും മികച്ച സ്റ്റോറി വെച്ച് വന്നൊരു ടീം അങ്ങനെ പുറമോ എനിക്ക് താല്പര്യമില്ല. സോ ഐ ഡു തിങ്ക് ഫ്രാൻസ് ഫസ്റ്റ് ആയിരിക്കും, ഇറാഖ് വിൽ കം സെക്കൻഡ്. ദാറ്റ്സ് എ കംപ്ലീറ്റ് ഹോട്ട് ടേക്ക്. ഇറാഖ് വിൽ കം സെക്കൻഡ്, തേർഡ് വിൽ ബി സെനഗൽ ആൻഡ് ഹാലൻഡ് ആൻഡ് ഓഡെഗാർഡ് ആൻഡ് സൊർലോത്ത്, ന്യൂസ, അവരൊക്കെ ഉണ്ട് അറിയാം. പക്ഷേ ഐ ഡു തിങ്ക് ദേ വിൽ ബോട്ടിൽ ഇറ്റ്. എനിക്ക് തോന്നുന്നു അവർ 4ാം സ്ഥാനത്തെത്തും. ഈവൻ ദോ നിറച്ച് കുറേ ഹൈപ്പ് ഉണ്ടാവും, എംബാപ്പെ വേഴ്സസ് ഹാലൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈപ്പ് കുറേ ഉണ്ടാവും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ദാറ്റ്സ് നോട്ട് ഗോണ വർക്ക് ഔട്ട് ആൻഡ് ദേ വിൽ ബോട്ടിൽ ഇറ്റ്. ഇവിടെ സെനഗലിൻ്റെ സ്ട്രെങ്ത്തും ഇറാഖിൻ്റെ ആ ഒരു കഥയും ആ ഒരു സ്റ്റോറി, അവർക്കുള്ള ഒരു അവർക്കുള്ള ഒരു ഓറ, അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നോർവേ വോണ്ട് കം സെക്കൻഡ് ഓർ തേർഡ്. ദാറ്റ്സ് വൈ ദേ ആർ ലാസ്റ്റ്. സോ അടുത്തത് നമ്മുടെ സ്വന്തം അർജൻറ്റീനയുടെ ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് ജെ. അർജൻറ്റീന, ഓസ്ട്രിയ, ജോർദാൻ ആൻഡ് അൾജീരിയ. അപ്പോൾ ഞാനത് വേഗം പറയാം. അർജൻറ്റീന ഫസ്റ്റ്, അതിനുശേഷം ജോർദാൻ ആയിരിക്കും ഐ ഗെസ്. അതിനുശേഷം ഐ തിങ്ക് ഇറ്റ് വിൽ ബി അൾജീരിയ, പിന്നെ ഓസ്ട്രിയ. ദെൻ നെക്സ്റ്റ് വി ഹാവ് നമ്മളെ പോർച്ചുഗൽ ഗ്രൂപ്പാണ് അടുത്തുള്ളത്. അപ്പോൾ ഗ്രൂപ്പ് കെ, പോർച്ചുഗൽ, DR കോങ്കോ, കൊളംബിയ ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ. സോ ഇതിലും ഈസിയാണ്, കുറച്ചൊക്കെ ഈസിയാണ്. നടുവിൽ ഉസ്ബെക്കിസ്ഥാനും കൊളംബിയയും തമ്മിൽ കുറച്ചൊരു കശപിശുണ്ട്. ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ പോർച്ചുഗൽ ഫസ്റ്റ്, ഉസ്ബെക്കിസ്ഥാൻ സെക്കൻഡ്, കൊളംബിയ തേർഡ്. നോ ഐ തിങ്ക് കൊളംബിയ സെക്കൻഡ്, ഉസ്ബെക്കിസ്ഥാൻ തേർഡ്, പിന്നെ DR കോങ്കോ ഫോർത്ത്. അപ്പോൾ അതാണ് എൻ്റെ ടേക്ക്. അതിനുശേഷം ലാസ്റ്റ് ഗ്രൂപ്പ് ഇംഗ്ലണ്ട്. ഇറ്റ്സ് കമ്മിങ് ഹോം. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഗ്രൂപ്പിൽ ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ, പനാമ, ഘാന. സോ ക്ലിയർ ആൻഡ് ഒബ്വിയസ്ലി ഇംഗ്ലണ്ട് ഫസ്റ്റ്, ദെൻ ക്രൊയേഷ്യ സെക്കൻഡ്, ഘാന തേർഡ് ആൻഡ് പനാമ അറ്റ് ലാസ്റ്റ്. സോ നമ്മളെ ഗ്രൂപ്പിൻ്റെ പ്രഡിക്ഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോ ഗ്രൂപ്പിലെ ബെസ്റ്റ് തേർഡ് പൊസിഷൻ ആയതായിരിക്കും നോക്കാം. അതായത് 8 ടീമുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ എതിരെ ആ ഗ്രൂപ്പിലത്തെ ബാക്കിയുള്ള ടീമുകൾ ഏതൊക്കെയാണ് നോക്കണം. എന്നിട്ട് അവരെതിരെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെനഗലാണ് എഴുതിക്കോളി. സെനഗലിന് നോർവേൻ്റെ എതിരെയും ബ്രസീലിൻ്റെ എതിരെയും മൊറോക്കോൻ്റെ എതിരെയും പോയിന്റ് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ടോ എന്നും കൂടി നമ്മൾ നോക്കണം. അപ്പോഴേ അവർ ബെസ്റ്റ് തേർഡ് ടീമാണോ നമുക്ക്
നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. സോ ഹിയർ ആർ മൈ ബെസ്റ്റ് ടോപ്പ് 3 ടീംസ്. സോ ഗ്രൂപ്പ് എ നിന്ന് ചെക്ക് റിപ്പബ്ലിക് കയറും, ഗ്രൂപ്പ് ബി നിന്ന് കാനഡ കയറും, കാരണം ഹോസ്റ്റ് നേഷനാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു ഇത് അവർക്ക് ഉണ്ടാവും. അതിനുശേഷം നമ്മളെ ഗ്രൂപ്പ് ഡിയിലെ ഓസ്ട്രേലിയ, പിന്നെ നമ്മളെ ഗ്രൂപ്പ് ഇയിലെ ജപ്പാനും കയറാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഗ്രൂപ്പ് ജി ഈജിപ്ത്, ഗ്രൂപ്പ് എച്ച് ഉറുഗ്വായ്, യുആർകെ, പിന്നെ ഐയിൽ സെനഗൽ, അതിനുശേഷം ഗ്രൂപ്പ് കെ ഉസ്ബെക്കിസ്ഥാൻ. പിന്നെ അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ പ്രഡിക്ഷൻസ്, എൻ്റെ ഗ്രൂപ്പിലെ പ്രഡിക്ഷൻസ്. ആൻഡ് ഇതിനോട് പലരും അഗ്രി ചെയ്യുന്നവരുണ്ടാവും, പലരും ഡിസഗ്രി ചെയ്യുന്നവരുണ്ടാവും. ആൻഡ് ഇഫ് യു ഡിസഗ്രി ഐ ഡോണ്ട് കെയർ, കാരണം ഇതിൻ്റെ പ്രഡിക്ഷൻസ് മാത്രമാണ്. നിങ്ങളോട് ഞാൻ ഇത് ഇതന്നെ നടക്കുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ ആഗ്രഹവും പ്രഡിക്ഷൻസും കൂടി ഒരുമിച്ച് കൂടിയതാണിത്. അപ്പോൾ ദാറ്റ്സ് ഓൾ. പിന്നെ വേറൊരു ആഗ്രഹം കൂടി ഉണ്ട്. ഒന്നെങ്കിൽ അർജൻറ്റീന സെക്കൻഡ് ആവുക, അല്ലെങ്കിൽ പോർച്ചുഗൽ സെക്കൻഡ് ആവുക. അതിൻ്റെ സത്യം പറഞ്ഞ ഉള്ളിലുള്ള വലിയൊരു ആഗ്രഹമാണ്. കാരണം ഇഫ് മൈ ടീം ഡസൻ ഗെറ്റ് ഇൻ ടു ദ ഫൈനൽ, അതായത് എൻ്റെ ടീം ഏതാണെന്ന് ഞാൻ പറയാൻ നിൽക്കില്ല, എൻ്റെ ടീം ഫൈനലിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഐ റിയലി വാണ്ട് ഇറ്റ് ടു ബി എ അർജൻറ്റീന വേഴ്സസ് പോർച്ചുഗൽ ഫൈനൽ. കാരണം ഫസ്റ്റ് ഏതെങ്കിലും ഒരു ടീം ഒരു ടീം സെക്കൻഡ് എത്തിയാൽ മാത്രമേ നമുക്ക് അർജൻറ്റീന വേഴ്സസ് പോർച്ചുഗൽ എന്നുള്ള ആ ഒരു ഫൈനൽ കാണാൻ പറ്റുള്ളൂ. സോ അതിനാണ് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ളത്. അപ്പോൾ ഏതെങ്കിലും ടീം കുറച്ച് മാന്യത കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തോറ്റു കൊടുത്തിട്ട് സെക്കൻഡൊക്കെ ആയാൽ നമുക്ക് നല്ലൊരു കളി കാണാമായിരുന്നു. അതായത് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു കളി, അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് വാച്ചഡ് ഗെയിം ആവുക ഫുട്ബോൾ ചരിത്രത്തിലല്ല, ലോകത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റി എഴുതപ്പെടും. അമ്മാതിരി കളിയായിരിക്കും അത് നടന്നാൽ. സോ ദാറ്റ്സ് ഓൾ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, കൂടെ കൂടിക്കോ. ഐ ആം യുവർ ലാഡ് ഫ്രം കേരള. ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത് നമുക്കൊരു പാർട്ട് 1 കൂട്ടാം. എന്നിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് 2 ഇറക്കാം, അതായത് നോക്കൗട്ട്സ്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് 2 തരത്തിലാക്കാം. അതായത് ഒന്ന് എൻ്റെ ആഗ്രഹവും ഒന്ന് നടക്കാൻ പോണതും. കാരണം ഒബ്വിയസ്ലി എനിക്കൊരു ബയസ്ഡ് ആയിട്ടുള്ള ടീമുണ്ട്, അവർ ജയിക്കാനേ ഞാൻ ആഗ്രഹിക്കുള്ളൂ. അപ്പോൾ നമുക്ക് 2 തരത്തിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് ആൻഡ് follow on Instagram. അപ്പോൾ താങ്ക് യു. ഐ ആം യുവർ ലാഡ് ഫ്രം കേരള.